ഇന്നെന്താണ് കുറേ പെട്ടിയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് എന്നല്ലേ ഞാൻ പറയാം കേട്ടോ. ഈ കാണുന്ന ഫോട്ടോയിലുള്ള പോലെ നമ്മൾ യൂസ്ഫുള്ളായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബുക്ക് ഓർഗനൈസർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് സൈസിനാക്കി എടുക്കുന്നുണ്ട്. ഈ ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഉടനെ തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ ഡെസ്ക് മേക്ക് ഓവറായിട്ട് വരുന്നതാണ്. അതും എല്ലാം DIY ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടത് ഒരു ബോക്സാണ് അടിയിൽ ഒട്ടിക്കേണ്ടത്. ഞാൻ കുറേയൊക്കെ വെച്ച് നോക്കി, എന്നിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വാച്ചിൻ്റെ ബോക്സാണ് കേട്ടോ അവിടെ ഒട്ടിച്ചു കൊടുത്തത്. അതൊരു ഷെൽഫായിട്ട് എടുക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ ഒരു സോപ്പിൻ്റെ ബോക്സ് എടുത്ത് അതിൽ കയറ്റുക, ഷെൽഫ് പോലെ. എന്നിട്ട് ആ സോപ്പിൻ്റെ ബോക്സിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോട്ടി ചോക്കോ പൈൻ്റെ ബോക്സ് എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിങ്ങനെ. ഈ ബോക്സ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഏത് ബോക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ആ ഗ്യാപ്പ് വന്നെടുത്ത് ഞാനൊരു പേസ്റ്റിൻ്റെ ബോക്സ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബുക്കിൻ്റെ ചട്ടയോ കാർഡ്ബോർഡോ എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ്, റൗണ്ടെന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഒരു A4 ഷീറ്റ് വെച്ച് ഫുള്ളായിട്ടും കവർ ചെയ്യാം. ഞാനിവിടെ ഒരു 5 A4 ഷീറ്റാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കവർ ചെയ്യാനായി. ഒരു സ്ട്രിപ്പും കൂടി ആ ഒരു ഷെൽഫിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഐറ്റംസൊക്കെ വെച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും മറക്കണ്ട കേട്ടോ.